ഏതായാലും ഇപ്പോൾ എന്നോടൊപ്പം ശരത് ഓമലൂർ കൂടി ചേരുകയാണ്. വി എസിന്റെ വീട്ടിൽ നിന്നാണ് ശരത്ത് എന്നോട് സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി വി എസ് വീട്ടിലേക്ക് വരികയാണ്. അധിക സമയം ആ വീട്ടിലുണ്ടാകില്ല. അവിടെ നിന്ന് പിന്നെ തിരിച്ചിറക്കം മടക്കമാണ് ജനഹൃദയങ്ങളിലേക്ക്. ശരത്ത്, മനു, അതിരാവിലെ തന്നെ വി എസിൻ്റെ വീട്ടിലേക്ക് വലിയ ഒരു ജനസഞ്ചയം തന്നെ എത്തിയെന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് വലിയ ആൾക്കൂട്ടം, വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വളണ്ടിയർമാരും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളും ഇത്തരത്തിൽ ഇവരെ സജ്ജീകരിക്കുന്നത്. രാവിലെ തന്നെ വലിയ ആൾക്കൂട്ടം വീട്ടുമുറ്റത്തുണ്ടായിരുന്നു. പ്രത്യേകമായി ഒരുക്കിയ പന്തലിൽ വലിയ ആൾക്കൂട്ടം വന്നിരുന്നു. അതിനുശേഷം പ്രത്യേകമായിട്ട് അനൗൺസ്മെൻറ്റ് പല തവണകളായി അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ നീണ്ട നീർ ഇപ്പോൾ തന്നെ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ വളണ്ടിയർമാരും ഇവരെ തടഞ്ഞു നിർത്തുന്നു അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന. അറിയാം, കേരളത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നെത്തിയിട്ടുള്ള വി എസിനെ അവസാനമായി കാണാനെത്തിയിട്ടുള്ള ഒരു വലിയ ജനസമൂഹം തന്നെയാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാനും സമയങ്ങൾക്കകം ഇപ്പോൾ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിക്കുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 നിമിഷം അത് കുടുംബത്തിനൊപ്പമുള്ളതായിരിക്കും. വി എസിൻ്റെ അവസാനമായി കാണാൻ കുടുംബ വീട്ടിലേക്ക് വി എസിനെ അവസാനമായി എത്തുന്നു. 10 മിനിറ്റ് നേരം വി എസിന് കുടുംബത്തിന് മാത്രമായിരിക്കും കാണാൻ കഴിയുക. അതിനുശേഷം പ്രമുഖ വ്യക്തികളുടെ കാഴ്ചകൾ വിശേഷം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇവിടെ എത്തിയ ഒരാൾ പോലും നിരാശനായി മടങ്ങേണ്ടി വരില്ല. വി എസിനെ അവസാനമായി കാണാൻ എത്തിയിട്ടുള്ള എല്ലാവരും അത് കാണും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും കാണാനുള്ള അവസരം ഒരുക്കി നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വി എസിൻ്റെ വീട്ടുമുറ്റത്ത് മൊബൈൽ മോർച്ചറി തയ്യാറായിട്ടുണ്ട്. വി എസിൻ്റെ വീട്ടിലേക്ക് പാർട്ടി നേതാക്കൾ ഓരോരുത്തരെ എത്തിക്കടങ്ങിക്കൊണ്ടിരിക്കുന്നു. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് രാവിലെ മുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തി ഈ വീട്ടിനകത്ത് ഉറക്കം കളഞ്ഞ് കാത്തുനിന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം തന്നെ ഒരൊറ്റ വാക്കിൽ വി എസിനെ അവസാനമായി കാണാൻ വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്, അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ സഹകരിക്കണം എന്നൊരൊറ്റ വാക്കിൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. വളരെ കൃത്യമായി തന്നെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ വരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവർ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വി എസിനെ കാണാൻ വേണ്ടി അവസാനമായി വി എസിൻ്റെ വരവിന് വേണ്ടിയിട്ട് പുന്നപ്രയിലെ വീട്ടിലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. നിരവധി പേരാണ് കാത്തു നിൽക്കുന്നത്.